ആർ അനന്തകൃഷ്ണനാണ് ആ വിവരങ്ങൾ നൽകിയത്. ഒരു രാഷ്ട്രീയ ബലാബലത്തിലേക്കാണ്. ബേപ്പൂരിൽ പി.വി. അൻവർ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് സ്ഥിരീകരിക്കുകയാണ് KPCC അധ്യക്ഷൻ. അൻവർ ബേപ്പൂരിൽ ജയിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് പ്രതികരിച്ചു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ബേപ്പൂർ മണ്ഡലത്തിൽ പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് പി.വി. അൻവർ. മത്സരിക്കുന്നെങ്കിൽ ബേപ്പൂരിൽ മാത്രമേ മത്സരിക്കൂ എന്താണ് അൻവറിൻ്റെ നിലപാട്. ഡി പ്രമേഷ് കുമാർ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. പ്രമേഷ്, ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള മേഖലയാണ്. വലിയ ഭൂരിപക്ഷമല്ലേ? കഴിഞ്ഞ PM മുഹമ്മദ് റിയാസ് PM നിയാസിനെതിരെ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു. അതിനു മുമ്പ് ആദം മുൻസി, അതെ, അതിനു മുൻപ് 2 ടേമിൽ യൂത്ത് കോൺഗ്രസ് കേസിൻ്റെ ആദം മുൻസി 2 ടേം മത്സരിച്ച് പരാജയപ്പെടുന്നു. 10-30 വർഷം 40 വർഷത്തെ തുടർച്ചയായ വിജയമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവിടെ. അല്ല, ശരിക്കും ഈ മണ്ഡലം രൂപം കൊണ്ട് 1965 മുതൽ മിക്കവാറും തെരഞ്ഞെടുപ്പുകളിൽ CPM-ഉം LDF-ഉമാണ് വിജയിച്ചത്. ഒരു തവണ മാത്രം കോൺഗ്രസിൻ്റെ NP മൊയ്തീൻ ഒരു തവണ കോൺഗ്രസ് INC സ്ഥാനാർത്ഥിയായി വിജയിച്ചു. പിന്നെ 1980-ൽ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസ് U അംഗമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി. അങ്ങനെ 2 തവണ അദ്ദേഹം വിജയിച്ചൊഴിച്ചാൽ ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും തെരഞ്ഞെടുപ്പുകളിലും 1965 മുതൽ ചാത്തുണ്ണി മാസ്റ്റർ, അത് കഴിഞ്ഞാൽ പിന്നെ പാലുള്ളി മുഹമ്മദ് കുട്ടി, ഇളമരം കരീം, അതിനു മുമ്പ് TK ഹംസ, അങ്ങനെ ശേഷം പിന്നീട് വീണ്ടും ഇളമരം വന്നു. പിന്നെ VKC മുഹമ്മദ് കോയ, അങ്ങനെ ഒടുവിൽ മുഹമ്മദ് റിയാസ്. അങ്ങനെ CPM സ്ഥിരമായിട്ട് ചാത്തുണ്ണി മാസ്റ്റർ 1965 മുതൽ 3 തവണ 65, 67, 71 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന 77-ലെ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് അവിടെ NP മൊയ്തീൻ വിജയിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 80-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം LDF എന്നല്ല, അന്നത്തെ CPM-ഉമായി ചേർന്നുള്ള മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു. അതാണ് ഈ മണ്ഡലത്തിന്റെ ചരിത്രം. അതായത് പറഞ്ഞു വന്നത് വലിയ അടിത്തറയുള്ള സ്ഥലമാണ്. അവിടെയാണ് PV അൻവർ പക്ഷേ ബലപരീക്ഷണത്തിനായി ഇറങ്ങുന്നത്. അതെ, ഇപ്പോൾ പിന്നെ മണ്ഡലത്തിലെ ഡീലിമിറ്റേഷന് ശേഷം അത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു 10-14 വാർഡുകൾ, പിന്നെ 2 മുനിസിപ്പാലിറ്റി, ഫറോക്കും രാമനാട്ടുകരയും, പിന്നെ ഒരു പഞ്ചായത്ത്, ഇത്രയും ചേർന്നതാണ് ഇപ്പോൾ ഈ മണ്ഡലം എന്ന് പറയുന്നത്. നഗരസ്വഭാവം തന്നെയാണ്, നഗരസ്വഭാവമാണ്. എന്നാൽ കുറച്ച് ഗ്രാമീണ മേഖലകളുണ്ട്, മാറാട് പോലുള്ള പിന്നെ ഈ തീരദേശ മേഖലകളുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് അവിടെ. ഈ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസ് വൻ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ചതാണ്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് LDF-ന് ഒരു 1700 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. നേരിയ ഭൂരിപക്ഷം മാത്രമേ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അൻവറിൻ്റെ പേര് ആദ്യമായിട്ട് ഇപ്പോൾ KPCC പ്രസിഡന്റ്, എനിക്കൊന്ന് UDF-ൽ ആദ്യത്തെ ഔദ്യോഗിക പ്രഖ്യാപനമാണെന്ന് തോന്നുന്നു, അല്ലേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം? എന്നാലും KPCC പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഉണ്ട്. മാത്രമല്ല അവിടെ അൻവർ അവിടെ ലോഞ്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം അവിടെ മണ്ഡലത്തിൽ ഏതാണ്ട് പ്രവേശിച്ചു കഴിഞ്ഞു, 2 ആഴ്ചയായി. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ മത്സരിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് തീർച്ചയായി. അപ്പോൾ അൻവർ ആയതുകൊണ്ടും അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ പിന്നെ സ്വന്തമായി ഇലക്ഷൻ മെഷീനറിയൊക്കെ ചലിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിസോഴ്സസ്, വിഭവശേഷിയൊക്കെ ഉള്ള ആളാണ്. സംഘടനാ ശേഷിയൊക്കെ ഉള്ള സ്വന്തം നിലയിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ഏറനാട് മത്സരിച്ചപ്പോൾ നമുക്കറിയാം, അന്നത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയേക്കാൾ സ്ഥാനാർത്ഥിക്ക് 3000 കാളിയത്തിന് അന്ന് കിട്ടിയ 3000-4000 വോട്ടാണ്. അതെ, അന്ന് CPM വോട്ടാണ് മുഴുവൻ സ്വന്തം സ്ഥാനാർത്ഥി. അങ്ങനെ വ്യക്തിപരമായി ഒരു ഇലക്ഷനറിങ്ങിന് ഒരു വൈഭവമുള്ള ആളാണ് ഈ പറഞ്ഞ പോലെ അൻവർ. എന്ന് മാത്രമല്ല, പിന്നെ ലീഗ് അരയും തലയും മുറുക്കി അൻവറിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇത്തവണ രംഗത്തുണ്ട്. ലീഗ് മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലം കൂടിയാണ് കേട്ടോ. 1-2 തവണ ലീഗിൻ്റെ തന്നെ സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു, പക്ഷേ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ ബേപ്പൂരിൽ നല്ല കടുത്ത മത്സരം നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണത്തെ പോലെ അത്ര അവിടെ ഒരു സംശയമുള്ളത്, PM മുഹമ്മദ് റിയാസ് സേഫായ സീറ്റ് എന്ന നിലയിലാണല്ലോ റിയാസിനെ അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്ലേസ് ചെയ്തത്. റിയാസ് അവിടെ നിന്ന് മാറാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി സേഫായ സീറ്റിൽ, ഇപ്പോൾ എലത്തൂരിലേക്ക് അവിടെ NCPക്ക് ആ സീറ്റ് നൽകുന്നില്ലെങ്കിൽ എലത്തൂർ പോലുള്ള സീറ്റിലേക്ക് റിയാസ് മാറി മത്സരിച്ചേക്കാം എന്നുള്ളതും അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം ഇങ്ങനെ ഒരു കടുത്ത മത്സരമുള്ള സീറ്റിലേക്ക് തന്നെ മത്സരിക്കണമോ എന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ അങ്ങനൊരു തീരുമാനത്തിലേക്ക് വരാം. എന്തായാലും ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ തന്നെ കഴിഞ്ഞ തവണ ഇപ്പോൾ അറിയാമല്ലോ, കഴിഞ്ഞ കുറേ കാലങ്ങളായി UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അവിടെ സീറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ അതിൽ നിന്ന് മാറ്റം വരാം. അതുപോലെ തന്നെ ലീഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ തന്നെ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലടക്കം കണ്ടതാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു രാഷ്ട്രീയ ട്രെൻഡ് ബേപ്പൂരിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം വിട്ടുപോയി. 1991-ൽ നമ്മുടെ കുപ്രസിദ്ധമായ കോലീബി സഖ്യം
കോൺഗ്രസ്, ലീഗ്, BJP പരീക്ഷിക്കപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണിത്. അന്ന് പിന്നെ മാധവൻകുട്ടി മത്സരിച്ചു, പക്ഷേ ടി കെ ഹംസയാണ് വിജയിച്ചത്. ഡോക്ടർ മാധവൻകുട്ടി അന്ന് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം BJPയുടെ സ്ഥാനാർത്ഥി നിർത്തിയില്ലായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ മരണം ഉണ്ടാക്കിയ വലിയ കോൺഗ്രസ് അനുകൂല ട്രെൻഡിൽ ആ സഖ്യം, ആ ഒരു പരീക്ഷണം പാളിപ്പോയി. എന്നിട്ടും വിജയിച്ചില്ല. എന്നിട്ടും CPM വിജയിച്ച മണ്ഡലമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ബേപ്പൂരിൻ്റെ ഒരു ഇടതുപക്ഷ സ്വഭാവം പറയുകയാണ്. പക്ഷേ ആ ട്രെൻഡ് ഏതാണ്ട് ഇതുപോലെ തന്നെ CPMൻ്റെ ആ മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല മത്സരം, കടുത്ത മത്സരം ബേപ്പൂർ മത്സരത്തിന് സാക്ഷിയായേക്കാം. ശരി, സംസ്ഥാന സർക്കാരിൻ്റെ വലിയ മിഷണറി, ആ മിഷണറിയൊക്കെ മന്ത്രി എന്ന നിലയിൽ, MLA നിലയിൽ ഒരു കാര്യമുണ്ട്. വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ശരിക്കും മുഹമ്മദ് റിയാസ് വളരെ നല്ല രീതിയിൽ നടത്തിയ മണ്ഡലം. ആ പോയിന്റിലേക്കാണ് ഞാൻ വന്നത്. അത് പറയാതെ പോയതുകൊണ്ടാണ് വളരെ ഇപ്പോൾ ടൂറിസം പദ്ധതികളടക്കം മികച്ച രീതിയിൽ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ധാരാളം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വികസന പ്രവർത്തനത്തിനാണോ വോട്ട്, അല്ല രാഷ്ട്രീയമായ ട്രെൻഡിനാണോ വോട്ട്? PA മുഹമ്മദ് റിയാസിന് മുന്നിൽ ഒരു കടലാസിനും ഒരു തടസ്സവും ഇല്ലാത്ത 5 വർഷമാണ് കടന്നുപോയത്. മറ്റൊരു MLAക്ക് ലഭിക്കാത്ത വലിയ ആനുകൂല്യം, അല്ലെങ്കിൽ മന്ത്രി നിലയിലാണ്, പൊതുമരാമത്ത് മന്ത്രിയാണ്, ആനുകൂല്യം റിയാസിന് മണ്ഡലത്തില് ആ പ്രവർത്തനം അവിടെ നടന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഈ വിഷയത്തെ കാണുന്നത്. അതേസമയം അൻവർ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇക്വേഷനിൽ മാറ്റം ഉണ്ടാകുമോ, എങ്ങനെ തീപാറും, എങ്ങനെയായിരിക്കും ബലാബലം എന്ന ചർച്ചകൾ നടക്കുകയാണ്.